ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോടും കണ്ണൂരിലും വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ ക്രമക്കേടെന്ന് പരാതി. കണ്ണൂരിൽ വീട്ടിലെത്തിയുള്ള വോട്ടിംഗിൽ ആൾമാറാട്ടം നടന്നുവെന്ന LDF പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയെയും സസ്പെൻഡ് ചെയ്തു. അവർക്കെതിരെ കേസെടുത്തുവെന്ന ഏറ്റവും പുതിയ വിവരം കൂടി അല്പസമയം മുൻപ് പുറത്തുവന്നു. അതേസമയം കല്യാശ്ശേരിയിലെ വയോധികയായ വോട്ടർക്ക് കണ്ണ് കാണാത്തതിനാലാകാം മുൻ ബ്രാഞ്ച് സെക്രട്ടറി സഹായിച്ചതെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഈ വോട്ട് ചെയ്യാൻ പോകുന്നവരോടൊപ്പം പോകാം, അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ല, ഞാനതാ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്ത് കാര്യം അവിടെ പോയി ഒരാളെ ഒരു വോട്ട് കൊണ്ട് എന്താവാ? അല്ല, ഇതെന്താ എണ്ണി തീർന്നതാ? തുടക്കല്ലേ. ഇത് ഒരു വോട്ട് ഒരു വ്യക്തിയാണ്. അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാം അന്വേഷിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അതൊരു ഒറ്റപ്പെട്ട ഒരു ചെറിയ സംഭവമാണ്. വീടുകളിൽ ചെന്ന് CPIM കള്ളവോട്ട് ചെയ്യിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. വടകരയിൽ വ്യാപകമായി UDFകാർക്കെതിരെ കേസെടുക്കുന്നുവെന്നും VD സതീശൻ ആരോപിച്ചു. വടകരയിലെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന ഒരു നുണബോംബ് ചീറ്റിപ്പോയി. ഇപ്പോൾ ഇലക്ഷൻ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവര് ഇപ്പോൾ വീടുകളിൽ ചെന്ന് പോളിംഗ് നടത്തുമ്പോൾ ആ പോളിംഗിൽ ഇടപെടാൻ വേണ്ടി CPM ശ്രമിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ അതിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതി. ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. സുതാര്യമായിട്ടല്ല താഴെത്തട്ടിലെ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. വടകരയിൽ ഒരുപാട് പേർക്കെതിരെ കേസെടുക്കുകയാണ്. ഒരുപാട് പേർക്കെതിരെ സൈബർ ആക്രമണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത ആളുകൾക്കെതിരെയാണ് കേസെടുക്കുന്നത്. ഇതുവരെ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി എന്ത് ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചതെന്നുള്ളതിന്റെ ഒരു കോപ്പി പോലും ആരും കണ്ടിട്ടില്ല. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, കോഴിക്കോടും കണ്ണൂരിലും ഇത്തരത്തിലേക്ക് ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉന്നയിച്ചത് LDF ആണ്. എന്നാൽ കല്യാശ്ശേരിയിൽ LDFന്റെ ഭാഗത്ത്, അതായത് CPIMന് നേരെയാണ് ആരോപണം ഉയർന്നു വന്നത്. ഇപ്പോൾ ഗുരുതരമായ ആരോപണം എന്ന തരത്തിലേക്ക് ഇതിനെ കാണണമോ? ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടല്ലോ, കേസെടുത്തിട്ടുണ്ടല്ലോ. അനുജ, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരിയിലാണ് ആദ്യം വീട്ടിൽ വോട്ടിൽ ക്രമക്കേട് പരാതി ഉയർന്നു വന്നത്. അവിടെ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയൻ എന്ന് പറയുന്നത് CPIMന്റെ അല്ലെങ്കിൽ LDFന്റെ ബൂത്ത് ഏജന്റാണ്. LDFന്റെ ബൂത്ത് ഏജന്റിനെതിരെയും ഒപ്പം 5 ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കുകയും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് മറ്റ് 2 പരാതികൾ കൂടി ഉയരുന്നത്. കണ്ണൂരിലും ഒപ്പം കോഴിക്കോടുമാണ് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സംവിധാനത്തിൽ ക്രമക്കേടുണ്ടായി എന്ന പരാതി ഉയർന്നു വന്നത്. അതിൽ പരാതി നൽകിയിട്ടുള്ളത് പരാതിക്കാരുടെ റോളിലാണ് ഇവിടെ LDF. ഒരു സ്ഥലത്ത് LDF ആരോപണ വിധേയരുടെ റോളിലാണെങ്കിൽ കണ്ണൂരും കോഴിക്കോടും അവർ പരാതിക്കാരുടെ റോളിലാണ്. ഈ 2 പരാതിയും ഗൗരവ സ്വഭാവത്തിലുള്ളത് തന്നെയാണ്. അതായത് ആൾമാറാട്ടം നടന്നു എന്നതാണ് പരാതിയും. അതായത് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യേണ്ട ആൾക്ക് പകരം, വോട്ടർക്ക് പകരം വോട്ട് രേഖപ്പെടുത്തിയത് പേരിൽ സാമ്യതയുള്ള മറ്റാളുകളാണ് എന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് വോട്ടറുടെ വോട്ടവകാശം എന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. കണ്ണൂരിൽ നടന്നത്, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കണ്ണൂർ അസംബ്ലി മണ്ഡലം, അവിടുത്തെ 70-ാം നമ്പർ ബൂത്തിൽ K കമലാക്ഷി എന്ന 85 വയസ്സുകാരിയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ വോട്ട് അവിടെ രേഖപ്പെടുത്തിയത് V കമലാക്ഷി എന്ന മറ്റൊരു വോട്ടറാണ്. അതായത് അവിടെ K കമലാക്ഷിക്ക് അവരുടെ വോട്ട് നഷ്ടമായിരിക്കുന്നു. മറ്റൊരാൾ അവരുടെ പേരിലുള്ള വോട്ട് രേഖപ്പെടുത്തി. UDF അനുഭാവിയായ BLO, ആ BLO ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നു എന്നതായിരുന്നു LDFന്റെ പരാതി. അവർ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകി. പിന്നാലെ ജില്ലാ ഭരണാധികാരിയും 2 ഉദ്യോഗസ്ഥർ, അതായത് പോളിംഗ് ഓഫീസറെയും ഒപ്പം ഈ BLOയെയും സസ്പെൻഡ് ചെയ്തു. പിന്നാലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പോലീസിൽ പരാതി നൽകി. കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതിൽ FIRൽ പറയുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഭാഗമായുള്ള കടമ നിറവേറ്റുന്നതിൽ ലംഘനമുണ്ടായി, വീഴ്ചയുണ്ടായി, ഒപ്പം ആൾമാറാട്ടം നടന്നു എന്നിങ്ങനെയാണ് FIRൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമവും ഒപ്പം കള്ളവോട്ടിന് കൂട്ടുനിൽക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോടും സമാനമായ സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് യഥാർത്ഥ വോട്ടർക്ക് പകരം, അതായത് 85 വയസ്സിന് മുകളിലേക്കുള്ളവർക്കും ഒപ്പം ഭിന്നശേഷിക്കാർക്കും വീട്ടിലെത്തിയും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനമാണ് വീട്ടിലെത്തിയുള്ള വോട്ട് രേഖപ്പെടുത്തൽ. അത് വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെട്ടിരുന്നു. പക്ഷേ തുടർച്ചയായി പരാതികൾ ഉണ്ടാവുകയാണ്. കല്യാശ്ശേരി അല്ലെങ്കിൽ ബൂത്ത് ഏജന്റ് ആ ഘട്ടത്തിൽ ഇടപെട്ട് വോട്ടറെ സ്വാധീനിച്ചു, വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് 92-കാരിയുടെ വോട്ടിനെ സ്വാധീനിക്കും വിധം ഇടപെട്ടു എന്നതായിരുന്നു പരാതി. ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നു. അതിലും ക്രിമിനൽ കേസെടുത്തു. ഇതിലും കണ്ണൂർ ടൗൺ പോലീസ് ക്രിമിനൽ കേസെടുത്തു. ഇത് കൂടാതെ വകുപ്പ് തല നടപടി കൂടി ഉണ്ടാകും. ഇത്തരം തുടർച്ചയായ പരാതികൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ, അതായത് വീട്ടിലെത്തിയുള്ള വോട്ട് രേഖപ്പെടുത്തൽ സുതാര്യമാകുന്നില്ല എന്ന തരത്തിലുള്ള പരാതികൾ തുടർച്ചയായി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് കർശന ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും UDFനും LDFനും BJPക്കും ഒക്കെ ഉന്നയിക്കാൻ കഴിയും വിധമുള്ള സംഭവ വികാസങ്ങളാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്.
അതാണ് തുടർച്ചയായി വീട്ടിലെ വോട്ടിൽ ക്രമക്കേട് എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന നിർദ്ദേശം.